കുറെ നേതാക്കന്മാരാണ്. എല്ലാവരും തന്നെ വക്കമൗലവിയുടെ പേര് പറഞ്ഞു. വക്കമൗലവി മാത്രമല്ല, മക്തി തങ്ങള്, ഹംദാനി തങ്ങള്, മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങി KM മൗലവി തുടങ്ങി ആ കാലഘട്ടത്തിന്റെ ദൈക്ഷണികമായ എല്ലാ പ്രഭാവങ്ങളും നിറഞ്ഞ നേതാക്കന്മാർ ഇവരെല്ലാം തന്നെ. നമ്മൾ വക്കമൗലവിനെ കുറിച്ചൊക്കെ കുട്ടികൾ പഠിക്കുന്നല്ലാതെ വലിയവര് പഠിക്കൽ കുറവാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ആരാണ് വക്കമൗലവി എന്നുള്ള സംഭവം. ആ കാലഘട്ടത്തില് 2005 കാലഘട്ടത്തില് ജർമ്മനിയിൽ നിന്ന് 12,000 രൂപ ചെലവാക്കി ഒരു പ്രിന്റ് മെഷീൻ കൊണ്ടുവന്ന് ഇവിടെ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം തുടങ്ങിയ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഇന്ന് പോലും നമ്മുടെ ഇവിടുത്തെ പത്രങ്ങൾക്ക് റോയിറ്റേഴ്സ് ആയിട്ട് വല്ല കണക്ഷൻ ഇല്ല. അന്ന് ലോക വാർത്തകൾ നൽകുന്ന റോയിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇതിന്റെ വാർത്തകൾ ശേഖരിച്ചിരുന്നത്. വക്കമൗലവി അദ്ദേഹം ആരാണ് എന്ന് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹത്തിന് ഹിന്ദി അറിയാം, ഉറുദു അറിയാം, പേർഷ്യൻ അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം, എല്ലാം അറിയാം. ഇതിനെല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരെ വടക്കേ ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പ്രദേശത്തു നിന്നും കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചാണ് പഠിപ്പിച്ചത്. അത്ര വലിയ ധനാഢ്യനായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം എന്നുള്ളതാണ്. കാൽപ്പട്ടണത്തൊക്കെ വന്ന് താമസിച്ചവരാൻ ധനാഢ്യന്മാരായിരുന്നു. നമ്മൾ സാധാരണ വക്കമൗലവിനെ കുറിച്ച് പറയുമ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും പറയാറ്. ആരെ ഇതിനെ സ്വാധീനിച്ചു എന്നുള്ളതൊരു ഗവേഷണ വിഷയമാണ്. അത് വിദ്യാർത്ഥികൾക്ക്, ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഞാൻ പലപ്പോഴും തന്നെ ചിന്തിക്കാറുണ്ട്. വക്കമൗലവി നമസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സ്വപ്പ് നിൽക്കുമ്പോൾ അത് വൃത്തിയായി, കഴിയുന്നത്ര വൃത്തിയായി ക്രമീകരിക്കുക എന്നത്. ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ച് സ്വപ്പുകൾ വളയാതെ സൂക്ഷിച്ച് ഈ നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുപാട് പ്രവർത്തകന്മാർ ഈ സമ്മേളനത്തിന് നൽകാനുള്ളത് നൽകിയിട്ടേ നിങ്ങൾ ചായക്ക് പോകേണ്ടതുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ റോഡരികിലൊക്കെയുള്ള വളണ്ടിയർമാർ, ബക്കറ്റുള്ള വളണ്ടിയർമാർ ശ്രദ്ധിക്കുക. കുറച്ച് ആളുകൾ ആ റോഡരികിലുള്ള ആ ഭാഗത്തേക്ക് കൂടി നീങ്ങേണ്ടതുണ്ട്.